ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം ലിയാൻഡർ പേസ് ബിജെപിയിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് അംഗത്വമെടുത്തത്. ബിജെപി അധ്യക്ഷൻ നിതിൻ നബിനുമായി ടെന്നീസ് താരം അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റഷീദ് ബിൻ മുഹമ്മദ് ഷെയ്ഖിന്റെ വിശദാംശങ്ങൾ നൽകാനായി. റഷീദ്, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നോ? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ജിന, കഴിഞ്ഞ ദിവസമാണ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനുമായി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ബിജെപി പുറത്തുവിട്ടിരുന്നില്ല. എന്തായാലും ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിൽ ടെന്നീസ് താരം ലിയാൻഡർ പേസ് ബിജെപിയിൽ ചേരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നു. എന്തായാലും ഇന്ന് 12 മണിയോടുകൂടി അദ്ദേഹം ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തെത്തുകയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് നേരത്തെ TMCയിൽ പ്രവർത്തിച്ചിരുന്ന ലിയാൻഡർ പേസ് TMCയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മമതാ ബാനർജിയുമായി ചില കോർക്കലുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ബിജെപിയിലേക്കുള്ള പ്രവേശനം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. വരുന്ന ആഴ്ചകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം കൊഴുപ്പിക്കാനാണ് ബിജെപി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. എന്തായാലും ബിജെപിയിൽ അദ്ദേഹം അംഗത്വം നേടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും ഒരു മികച്ച ടെന്നീസ് താരം തന്നെയാണ്. ഇത്തരത്തിൽ താരപ്രചാരകരായിട്ടുള്ള ആളുകളെ ബിജെപിയിലേക്ക് എത്തിക്കുകയും TMCക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ബംഗാളിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ NDAയും അതോടൊപ്പം ബിജെപിയും ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ വരവ് അത് സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് ബിജെപി കേന്ദ്രങ്ങളിൽ നടക്കം എല്ലാ നേതാക്കളും പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഉച്ചയോട് കൂടിയാണ് അദ്ദേഹം ഡൽഹിയിലെ ആസ്ഥാനത്തെത്തുകയും അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, റഷീദ് ബിൻ മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.